നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന് 3 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് 1ാം ക്ലാസ്സിലെത്തിയത്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 12,948 സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്തു. ചടങ്ങിന്റെ ലൈവ് വീഡിയോ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ തല പ്രവേശനോത്സവവും നടന്നു. മന്ത്രിമാരും കളക്ടർമാരും ജില്ലാതല പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂടുക. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. 5000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളിൽ പ്രധാന ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 5417 ഉപാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെ വേണമെന്നുള്ളതിന്റെ മാതൃകയാണ് കരിക്കാട് ജനകീയാരോഗ്യ കേന്ദ്രമെന്നും മന്ത്രി വീണ ജോർജ്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കടവലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ കേന്ദ്രം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടായ്മ ഒരു നാടിനെ മനോഹരമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് കരിക്കാട് ഉള്ളത്. ഈ ആരോഗ്യ കേന്ദ്രം ജനങ്ങളുടെ കൂട്ടായ്മയിൽ, ജനങ്ങളുടെ സ്വപ്നങ്ങളിൽ പിറന്ന് ജനങ്ങളുടെ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഒരു ആരോഗ്യ സ്ഥാപനമാണ്. ഇവിടെ ഈ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ട്. ജനകീയ ആരോഗ്യ കേന്ദ്രം. നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ 4 വർഷ കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പൊതുജന ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ആ ജനകീയ ആരോഗ്യ കേന്ദ്രം വാസ്തവത്തിൽ എങ്ങനെയാകണമെന്നുള്ളതിൻ്റെ മാതൃകയാണ് കരിക്കാട് ഇപ്പോൾ ഇവിടെ സമൂഹത്തിന് കാട്ടി നൽകിയിരിക്കുന്നു. കേരളത്തിൽ നമുക്ക് ചിലയിടങ്ങളിൽ ഇതുപോലെ ജനകീയ കൂട്ടായ്മകളിലൂടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ മറ്റാരോഗ്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പീപ്പിൾസ് ഹെൽത്ത് സെൻ്ററാണ്. അതാണ് നമ്മൾ ഈ 5417 ആരോഗ്യ കേന്ദ്രങ്ങൾക്കും അങ്ങനെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ് കരിക്കാട്. എല്ലാ ആശംസകളും. നല്ല നിലയിൽ ഇന്നു മുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധിച്ചിട്ടുള്ളത് എല്ലാം ഒറ്റക്കെട്ടായിട്ടും പഞ്ചായത്തിന്റെ ആയാലും മറ്റ് ജനപ്രതിനിധികളായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ളവരായാലും പിന്നെ ഓഫീസേഴ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ വർക്ക് പൂർത്തീകരിക്കാനുണ്ടായി. നമുക്കിപ്പോൾ ഫണ്ടിന്റെ നോക്കിയപ്പോഴത്തേക്ക് MLA ഫണ്ടിൽ നിന്ന് 15, പിന്നെ NHM-ന് 7 ലക്ഷവും, ബാക്കി എല്ലാം ഫുള്ള് ജനകീയമായിട്ടുള്ള കൂട്ടായ്മ പല മേഖലകളിൽ നിന്നും, എല്ലാ മേഖലകളിൽ നിന്നും പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ എല്ലാ രീതിയിലുള്ള എമൗണ്ടും ഇതിന് ഭാഗമായിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും, ഇതിൽ ഓരോരുത്തർക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് ക്വാർട്ടേഴ്സ് കവി റഫീഖ് അഹമ്മദും സെമിനാർ ഹാളും ലൈബ്രറിയും ഗാനരചയിതാവ് BK ഹരിനാരായണനും ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായവരെ ആദരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ P സജീവ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കടവലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവും ജനകീയ കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ധർമ്മൻ, ജനകീയ കമ്മിറ്റി ജനറൽ കൺവീനർ C ഗിരീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T ശ്രീകാന്ത്, IMA കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഷമീർ C സുലൈമാൻ, ഓർത്തഡോക്സ് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിൽ നിന്ന് വിരമിച്ച വിവിധ സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് നഗരസഭ യാത്രയയപ്പ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ, സീനിയർ ക്ലർക്ക് മഞ്ജു ഭാഷിണി, ഓഫീസ് അറ്റൻഡന്റ് സേതു, ശുചീകരണ വിഭാഗം തൊഴിലാളികളായ PK മണികണ്ഠൻ, KK സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് കോൺഫറൻസ് ഹാളിൽ യാത്രയയപ്പ് നൽകിയത്. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്നവർക്ക് നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ കൈമാറി.
മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ദ്രോഹശക്തികൾക്കെതിരായി ജാഗ്രതയോടെ നിലയുറപ്പിക്കേണ്ട കാലഘട്ടമാണിതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPMന്റെ സമുന്നത നേതാവുമായിരുന്ന KK കേശവേട്ടന്റെ 14ാം ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അബ്ദുൽ ഖാദർ. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും നമ്മുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ജാതീയതയുടെയും വർഗീയതയുടെയും വിഷവിത്ത് പാകാനാണ് ഛിദ്രശക്തികൾ ശ്രമിക്കുന്നത്. ഒട്ടേറെ അടിച്ചമർത്തലുകളും കടന്നാക്രമണങ്ങളും നേരിട്ടുകൊണ്ടാണ് കേശവേട്ടൻ ഉൾപ്പെടെയുള്ള ആദ്യകാല നേതാക്കൾ ഈ നാട്ടിൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾക്കു വേണ്ടി സധൈര്യം പോരാടിയത്. പുതിയ തലമുറയിലെ ആളുകളിലേക്ക് കേശവേട്ടൻ ആരായിരുന്നു എന്ന സന്ദേശം എത്തിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കേശവേട്ടനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വം അവർ നൽകിയ സന്ദേശം പ്രാവർത്തികമാക്കുക എന്നതാണെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. കേശവേട്ടൻ ഈ നാടിൻ്റെ പ്രിയങ്കരനായ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ അടിച്ചമർത്തലുകളും കടന്നാക്രമണങ്ങളും നേരിട്ടുകൊണ്ട് ഈ നാട്ടിൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സധീരം പോരാടിയ നേതാവായിരുന്നു കേശവേട്ടൻ. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ദ്രോഹശക്തികൾക്കെതിരായിട്ട് നാം ജാഗ്രത പാലിക്കണം. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും സിഖായാലും ഏത് മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരായാലും നമ്മുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM കണ്ടാണശ്ശേരി മറ്റം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം പ്രകടനത്തോടെയാണ് ആരംഭിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ചൊവ്വലൂർ ദോഫാർ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്നു നടന്ന അനുസ്മരണ യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TV ഹരിദാസൻ, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, MN സത്യൻ, ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA മുസ്തഫ, C അംബികേശൻ, ലോക്കൽ സെക്രട്ടറിമാരായ KS ദിലീപ്, MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് വാർഷിക സമ്മേളനം ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്നു. തൃശൂർ ജില്ലാ AKPBA പ്രസിഡന്റ് PV ഷാജി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാവക്കാട് താലൂക്ക് പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് തച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി PK രാജേശ്വരൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മെമ്പർമാരിൽ 25-50 വർഷം പൂർത്തിയാക്കിയവരെയും ആദരിച്ചു. മുക്കുപണ്ട പണയം മാഫിയയ്ക്കെതിരെ സംഘടന പ്രമേയം അവതരിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന് സംഘടന മെമ്മോറാണ്ടം നൽകി. അംഗങ്ങൾക്കുള്ള ID കാർഡുകൾ വിതരണം ചെയ്തു. യോഗത്തിൽ ജെയ്സൺ ആളുക്കാരൻ, ബൈജു ലൂയിസ്, റോണി ജോസ്, രാജൻ PV, സുരേഷ് അരിക്കാട്ട്, EA ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിലിടം നേടിയ അഭിമാന വിജയങ്ങളോടെ ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ പടിയിറങ്ങി. 2 ഒളിമ്പ്യന്മാരെയും നിരവധി കിരീടങ്ങളും ശ്രീകൃഷ്ണയുടെ ചരിത്രശേഖരത്തിലേക്ക് സമ്മാനിച്ചാണ് ഹരിദയാൽ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞത്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ 1995 ജൂൺ 16-നാണ് കായിക അധ്യാപകനായി ഹരിദയാലിന്റെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 1.5 പതിറ്റാണ്ട് നീണ്ട സേവനത്തിന് ശേഷം 2010-ലാണ് കായിക അധ്യാപകനായി ശ്രീകൃഷ്ണയിലേക്ക് ഹരിദയാൽ കടന്നുവരുന്നത്. ഈ കാലയളവിൽ കായിക നേട്ടങ്ങൾ നിരവധിയുണ്ടായിരുന്നുവെങ്കിലും കലാലയത്തിന്റെ ചരിത്രത്തിൽ ഒളിമ്പ്യന്മാർ ഉണ്ടായിരുന്നില്ല. കായിക വിഭാഗം മേധാവി എന്ന നിലയിൽ കായിക പ്രതിഭകളായ വിദ്യാർത്ഥികളെ കണ്ടെത്തി മികച്ച പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കുക എന്ന ഹരിദയാലിന്റെ ദീർഘവീക്ഷണം കുഞ്ഞു മുഹമ്മദ് അനസ്, യഹിയ എന്നീ ഒളിമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് സന്തോഷ് ട്രോഫി കളിക്കുന്ന ആദ്യ താരമായി മുഹമ്മദ് സഫ്നീത് മാറിയതും ഹരിദയാലിന്റെ ശിക്ഷണത്തിലായിരുന്നു. ശരീര സൗന്ദര്യ മത്സരങ്ങളിലെ ശ്രീകൃഷ്ണയുടെ അജയ്യത തുടരെയുള്ള കിരീട നേട്ടങ്ങളിലൂടെ ശ്രീകൃഷ്ണ സ്വന്തമാക്കുന്നതിന് പിന്നിൽ കായിക വിഭാഗം മേധാവി എന്ന നിലയിലുള്ള
ഹരിദയാലിന്റെ കൂർമ്മബുദ്ധിയുടെ മറ്റൊരു ഉദാഹരണമാണ്. അധ്യാപകൻ എന്നതിലുപരി കായിക താരങ്ങളുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഹരിദയാലിന്റെ ഇടപെടലുകൾ. ക്രോസ് കൺട്രി, ബോൾ ബാഡ്മിന്റൺ, ഷട്ടിൽ ബാഡ്മിന്റൺ, കളരിപ്പയറ്റ് തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലും ശ്രീകൃഷ്ണ അഭിമാനകരമായ കിരീടങ്ങൾ നേടിയതിനു പിന്നിലും ഹരിദയാൽ എന്ന കായിക അധ്യാപകന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണ ആതിഥേയത്വം വഹിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി ശ്രീകൃഷ്ണയെ റണ്ണറപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് കൂടി തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ നേട്ടങ്ങളിൽ എഴുതിച്ചേർത്താണ് ഹരിദയാൽ മാസ്റ്ററുടെ പടിയിറക്കം. ജീവിതം സ്പോർട്സിനായി മാറ്റിവെച്ച കായിക അധ്യാപകൻ, ഒരിക്കൽ പരിചയപ്പെട്ടവരെ ആത്മമിത്രങ്ങളാക്കുന്ന സഹൃദയൻ, സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരൻ. ഒരുപാട് വിശേഷണങ്ങൾ ഇനിയും പറയാവുന്ന ഹരിദയാൽ മാസ്റ്റർ എന്ന പേര് ശ്രീകൃഷ്ണയുടെ കായിക ചരിത്രത്തിൽ തങ്കത്തിളക്കത്തോടെ എന്നും നിലനിൽക്കും. ചാവക്കാട് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ പ്രിയദർശിനി ജനകീയവേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ചാവക്കാട് മണത്തലപ്പള്ളിക്കു സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് KPA റഷീദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഉമ്മർ എരമംഗലം അധ്യക്ഷത വഹിച്ചു. പൊന്നിയർകുളം ആസാദ് ഫൗണ്ടേഷൻ ചെയർമാൻ സലീൽ അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ഗോപാലകൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, ജമാൽ താമരത്ത്, ഗഫൂർ മാറഞ്ചേരി എന്നിവർ സംസാരിച്ചു. സിമന്റ് കമ്പനിക്കാരും കട്ടക്കാരും കമ്പി ഉൽപാദകരും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും മണ്ണ് മാഫിയ മുതലാളികൾമാർക്കും മാത്രമാണ് ഇതിന്റെ ഉപയോഗം ലഭിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ വീണ്ടും വിറ്റുപോകാനുള്ള സാഹചര്യം വന്നു. വീണ്ടും ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് വ്യാപാരം കിട്ടുന്നതല്ലാതെ സാധാരണക്കാരായ നികുതി കൊടുക്കുന്ന അവന്റെ നികുതി പണത്തിൽ നിന്ന് തുടങ്ങിയ 2-3 തവണ പണം വരുമ്പോഴുള്ള ദുരന്തം നിങ്ങളെന്ന് ആലോചിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുരിങ്ങത്തേരി 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TR ഷിജു അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, മുൻ പ്രസിഡന്റ് NK കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, KK ജോസഫ്, ലിജോ കണ്ണനായ്ക്കൽ, അമൃത ഷിജു, റോബിൻ പതിയാരം എന്നിവർ സംസാരിച്ചു. റാഫേൽ അന്തിക്കാട്, രജീവ് നെല്ലുവായി, മണി വെള്ളത്തേരി, ബേബി റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുഴുവൻ A+ നേടിയ റുക്കിയയെ ആദരിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആളൂർ മേഖലയിലെ 8-9 വാർഡ് കമ്മിറ്റികളുടെ സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടന്ന കുടുംബസംഗമത്തിന്റെയും സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MK അപ്പു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അഖിൽ അറങ്ങാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം സെബീന റിറ്റോ, മറ്റം ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, നേതാക്കളായ സിപ്സൺ കുത്തൂർ, ഫാഗി മസർ, വിജീഷ് വിജയൻ, RK സെയ്തുമോൻ, അജീഷ് എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കലും നടന്നു. പൊന്നിയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നുവരുന്ന ഇൻസ്പയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് നന്മ സെന്ററിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉപഹാര സമർപ്പണം നടത്തി. മന്ദലാംകുന്ന് GFUP സ്കൂൾ പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് വിശിഷ്ടാതിഥിയായി. സിജി സീനിയർ കരിയർ വിദഗ്ധനും മെന്ററുമായ റാഫി പൊന്നാനി ക്ലാസ് നയിച്ചു. വാർഡിൽ നിന്നും SSLC+2 പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മന്ദലാംകുന്ന് GFUP സ്കൂളിൽ നിന്ന് USS, LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് അവാർഡ് നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി മോട്ടിവേഷൻ, അഡ്മിഷൻ, ഹെൽപ്പ് ഡെസ്ക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. PM ഹൈദരാലി, ബിനീഷ് വലിയകത്ത്, TA ആയിഷ, AV വത്സ, PM ഫിറോസ്, TM ജിൻഷാദ്, ഹുസൈൻ എടയൂർ, ആദിൽ പൂവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ TK അനീസ് മാസ്റ്റർ സ്വാഗതവും അസിസ്റ്റന്റ് കോർഡിനേറ്റർ KB ബാദുഷ നന്ദിയും പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദം നുകർന്ന് 3 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് 1-ാം ക്ലാസ്സിലെത്തിയത്. സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. വിശദാംശങ്ങളിലേക്ക്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷനായി. MK സോമൻ ഉദ്ഘാടനം ചെയ്തു.
SMC ചെയർമാൻ TD ദയൻ, പ്രിൻസിപ്പൽ S കവിത, പ്രധാനാധ്യാപകൻ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം PTA പ്രസിഡന്റ് CA അബീന നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് PK റംല സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി MK സലീം നന്ദിയും പറഞ്ഞു. PTA-യുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നവാഗതരായ 35ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വാഗ മാലതി UP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, രാജീവ് മണികണ്ഠൻ എന്നിവർ ചേർന്ന് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. നവാഗതരെ സമ്മാനങ്ങൾ നൽകിയാണ് വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചത്. വിദ്യാർത്ഥികളും വിദ്യാലയവും എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് മെസ്മിൻ ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക VV സ്മിത, അധ്യാപക പ്രതിനിധികളായ നിഷ, മിനി എന്നിവർ സംസാരിച്ചു. ശുചിത്വ മിഷന്റെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികളും ശുചിത്വ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ പരിസരം വൃത്തിയാക്കി. പായസ വിതരണവുമുണ്ടായി. SSLC +2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളുമുണ്ടായി. DYFI പഠനോത്സവം തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ചാവക്കാട് ടൗൺ ഈസ്റ്റ് യൂണിറ്റിൽ നടന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, ഗുരുവായൂർ MLA NK അക്ബർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുകന്യ ബൈജു, KS റോസൽ രാജ്, കൗൺസിലർമാരായ KV ഷാനവാസ്, അക്ബർ കോനോത്ത് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റിനൂസ് സ്വാഗതവും ദീപക് നന്ദിയും പറഞ്ഞു. തൃപ്പറ്റ സനാതന സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങ് KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബിജു പോളു ആമുഖ പ്രഭാഷണം നടത്തി. അധ്യാപകരായ ഗീത, സാവിത്രി, നവീന എന്നിവർ പഠന സന്ദേശം നൽകി. ഷാജി തൃപ്പറ്റ്, വിനോദ് പന്തല്ലൂർ, സന്ദീപ് താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ കനിവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങലയും LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും മേഖലയിലെ ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്ന പ്രതിജ്ഞയോടുകൂടി വില്ലേജ് ഓഫീസ് മുതൽ VS നഗർ വരെ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കനിവ് ഓഫീസിൽ നടന്ന വിതരണ ഉദ്ഘാടനം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് V മുരളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ഹരിദാസൻ മുഖ്യാതിഥിയായി. PT ഷൈജു, KR ബിനോഷ്, സിന്ധു സുഗതൻ, സജിനി, സിന്ധുജ, ഷാജി മനന്തൻ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും അരി വിതരണവും നടത്തി. വാർഡ് പ്രസിഡന്റ് NU ആഷിഖിന്റെ അധ്യക്ഷതയിൽ കോട്ടൂൽ മംഗലം പാലസിൽ നടന്ന സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB രാജീവ് മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്മിത മുരളി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സാംസൺ മാസ്റ്റർ, കാട്ടകമ്പൽ മണ്ഡലം പ്രസിഡന്റ് അലി, സുനിൽ അരുവായ്, ശ്രാവൺ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് CPIM കോടത്തുംകുണ്ട് ബ്രാഞ്ചിന്റെയും DYFI കോടത്തുംകുണ്ട് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. SSLC +2 വിജയികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി. ചടങ്ങ് CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. DYFI മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ TA രണദിവെ ആശംസകൾ അറിയിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി TA ശശി സ്വാഗതം പറഞ്ഞു. അബ്ദുൽ കരീം, സജി KV, ധനീഷ് TV എന്നിവർ സംസാരിച്ചു. 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. പെലക്കാട്ടുപയ്യൂർ വടക്കുമുറി പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഇൻമൈൻഡ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് KK ശിഖ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം സ്ഥാപകാംഗം KK കുഞ്ഞുമോൻ നിർവഹിച്ചു. പ്രസിഡന്റ് NA അനിൽ അധ്യക്ഷനായി. അക്ഷരം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 30ഓളം കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. സെക്രട്ടറി സജിൽ, ട്രഷറർ ജയശങ്കർ, കൺവീനർ രജീഷ് ആനന്ദ് എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി കൈരളി പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കൈരളി പൂരാഘോഷ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KP സുരേന്ദ്രൻ, പ്രസിഡന്റ് ബിജു KC, സെക്രട്ടറി ബാബു VB, ട്രസ്റ്റി ഷാജു ജോയിൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറമനേങ്ങാട് ടീം ചിൽഡ്രൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ OG ഗിരീഷ് അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി NV സജയ് സ്വാഗതവും രക്ഷാധികാരി TA ദിനേഷ് നന്ദിയും പറഞ്ഞു.
സിവിൽ പോലീസ് ഓഫീസർ KC ബിനീഷ് ലഹരിവിരുദ്ധ ക്ലാസ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം: എരുമപ്പെട്ടി കുണ്ടന്നൂർ പൊറത്തൂർ പൊറിഞ്ചു തോമക്കുട്ടി നിര്യാതനായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കർമ്മലമാത ദേവാലയത്തിൽ നടക്കും. പരേതയായ ലിസി, ഗ്രേസി, ഫ്രാൻസിസ്, ജോൺസൺ, ഡേവിസ്, ടോമി, വിൻസെന്റ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.